നമസ്കാരം. റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്കു നേരെയുണ്ടായ ഉക്രൈൻ ആക്രമണത്തെ തുടർന്ന് കനത്ത തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിൽ ലോകത്തെ നടക്കുന്ന ആണവ ആക്രമണ മുന്നറിയിപ്പുമായി അല്ലെങ്കിൽ ആണവായുധ മുന്നറിയിപ്പുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി എത്തിയിരിക്കുകയാണ് രംഗത്ത്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങിയില്ലെങ്കിൽ വിനാശകരമായ ആണവ യുദ്ധം ഉണ്ടാകും എന്നാണ് ക്രെംലിന്റെ പുതിയ ഭീഷണി. മോസ്കോയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്കു നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം റഷ്യയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയതിനു പിന്നാലെയാണ് ഈ പ്രസ്താവന കൂടി എത്തിയത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും റഷ്യ നേരിടുന്നത് അഭൂതപൂർവമായ സുരക്ഷാ ഭീഷണിയാണ് എന്നാണ് ലാവ്റോ ആരോപിക്കുന്നത്. നിലവിലെ സംഘർഷാവസ്ഥ നിയന്ത്രണ അതീതമായി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട് എന്ന് റഷ്യയുടെ വിലയിരുത്തൽ. നാറ്റോ സഖ്യവും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കാര്യങ്ങളെ ദ്രുതഗതിയിൽ ആണവാക്രമണത്തിലേക്ക് നയിക്കുമെന്നും അത് ഭൂമുഖത്ത് സമാനതകളില്ലാത്ത വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും റഷ്യ വ്യക്തമാക്കുന്നു. റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാനാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് എന്നും റഷ്യ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഉക്രൈനെയും മാൾട്ടോവയെയും തങ്ങളുടെ ഭാഗമാക്കാൻ അർമേനിയയും സ്വാധീന വലയത്തിലാക്കാനും പാശ്ചാത്യ ശക്തികൾക്ക് വിപുലീകരണ മോഹമുണ്ട് എന്നാണ് റഷ്യയുടെ ആക്ഷേപം. ഫിൻലൻഡിനെയും സ്വീഡനെയും ഉൾപ്പെടുത്തി നാറ്റോ ഇതിനകം തന്നെ കിഴക്കോട്ട് വ്യാപിപ്പിച്ചു കഴിഞ്ഞു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. റഷ്യക്കെതിരായ ഭാവി യൂറോപ്യൻ സൈനിക ശക്തികളുടെ പ്രഹര മുനയായി ഉക്രൈനെ മാറ്റാനാണ് അവർ ശ്രമിക്കുന്നു എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. സുരക്ഷാ കാര്യങ്ങളിൽ റഷ്യ ചർച്ചയ്ക്ക് തയ്യാറാണ് എങ്കിലും അത് വ്ളാഡിമിർ പുടിന്റെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കുമെന്നാണ് റഷ്യ വ്യക്തമാക്കുന്നത്. റഷ്യയുടെ പടിഞ്ഞാറൻ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് വേണ്ടതെന്നും അല്ലാതെ പാശ്ചാത്യ രാജ്യങ്ങളുടെ അന്ത്യശാസനങ്ങൾക്ക് വഴങ്ങുകയല്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. നഗരത്തെ കറുത്ത പുകയിൽ മുക്കിയ മോസ്കോ എണ്ണ ശുദ്ധീകരണശാലയിലെ നാശനഷ്ടങ്ങൾക്ക് കടുത്ത പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഉക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി അവരുടെ യുദ്ധസന്നദ്ധതയെ ബാധിക്കുന്ന തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾക്കു നേരെ ഇനി മുതൽ പതിവായി വൻതോതിലുള്ള കൂട്ട ആക്രമണങ്ങൾ നടത്താൻ റഷ്യൻ സൈന്യത്തിന് വ്ളാഡിമിർ പുടിൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. യുദ്ധമുഖത്ത് റഷ്യയ്ക്ക് കാര്യമായ ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ആക്രമണം ഘടിപ്പിക്കാൻ ക്രെംലിൻ തിടുക്കം കൂട്ടുന്നതെന്നും ഇതിനിടെ റഷ്യൻ അനുകൂലികളായ തീവ്ര ദേശീയവാദികൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കു നേരെ ആണവായുധം പ്രയോഗിക്കാൻ പുടിനോട് പരസ്യമായി ആവശ്യപ്പെടുന്നുണ്ട്. റഷ്യയുടെ പ്രമുഖ ചിന്തകനും പ്രൊഫസർ ഡ്യൂംഡേഴ്സ് എന്നറിയപ്പെടുന്നയാളുമായ സെർജി കരാഗനോവ് പാശ്ചാത്യ രാജ്യങ്ങൾക്കു നേരെ ആണവാക്രമണം നടത്തണമെന്ന് ശക്തമായി വാദിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ അടിച്ചേൽപ്പിച്ച ഈ യുദ്ധം അവസാനിപ്പിക്കുവാനും ആണവായുധങ്ങളെ കുറിച്ചുള്ള ഭയം ലോകത്തിന് പുനഃസ്ഥാപിക്കുവാനും ആണവാക്രമണം അനിവാര്യമാണ് എന്നാണ് ഇയാളുടെ പക്ഷം. റഷ്യ ഇതിനകം തന്നെ ആഗോള യുദ്ധത്തിന്റെ നിഴലാണ് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും റഷ്യയുടെ വൻകിട വ്യവസായിയായ കോൺസ്റ്റാന്റിൻ മലോഫിയും ജനറൽ ആൻഡ്രി ഗുരുലേവും എംപിയും ഉക്രൈനെതിരെ പാശ്ചാത്യർക്കെതിരെ പരമാവധി ശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പൂർവികർ സംഭരിച്ചു വെച്ച ആണവായുധങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മലോഫീവ് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ആണവായുധങ്ങളെ പിന്നെ എപ്പോഴും ഉപയോഗിക്കാനാണ് വെച്ചിരിക്കുന്നത്. ഉക്രൈന്റെ കമാൻഡർ പോസ്റ്റുകളും വ്യവസായങ്ങളും തകർത്ത നഗരങ്ങൾ പിടിച്ചടക്കണമെന്നാണ് ജനറൽ ഗുരുലേവിന്റെ ആവശ്യം. എന്തായാലും വ്യാഴാഴ്ച മോസ്കോ ലക്ഷ്യമാക്കി ഉക്രൈൻ നടത്തിയ വൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് റഷ്യൻ തലസ്ഥാനം കറുത്ത വിഷപ്പുകയിൽ മുങ്ങിയിരുന്നു. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് മോസ്കോയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കു നേരെ ആക്രമണം ഉണ്ടാകുന്നത്. മോസ്കോയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണം കൂടിയാണിത്. എന്തായാലും എണ്ണ ഡിപ്പോയിൽ ഡ്രോൺ പതിക്കുന്നതും കുറ്റൻ തീഗോളമായി ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ആക്രമണത്തെ തുടർന്ന് നഗരത്തിൽ കറുത്ത മഴ പെയ്തതായി നാട്ടുകാർ പരാതിപ്പെട്ടുവെങ്കിലും അധികൃതർ ഇത് നിഷേധിക്കുകയായിരുന്നു. എന്തായാലും ലോകത്തെ തന്നെ വിനാശകരമായ ആണവായുധം പ്രയോഗിക്കാനുള്ള നിർദ്ദേശവുമായാണ് റഷ്യ എത്തുന്നത്.